സംഘടന എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഈ കൂട്ടായ്മ, ഈ ചിരി, ഈ സന്തോഷം, ഇതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അസത്തുകളല്ലാട്ടോ, അസറ്റ്സ്. ഞാൻ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? നിങ്ങളൊരു സ്വപ്നം കണ്ടു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഉറക്കവും കളഞ്ഞ് ആകാശ് പോയിന്ന് വെച്ചത്. പ്രത്യേകിച്ച് ഇന്ന് പുതിയ ഭരണസമിതി ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. ഈ സംഘടന തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ പേര് മാക് എന്നൊക്കെയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവരോട് പറഞ്ഞത്, അത് മാ എന്നാക്കുന്നതല്ലേ നല്ലത്. കാരണം ഇന്നിവിടെ എല്ലാവരും കാണുമ്പോഴും വലിയ സന്തോഷമാണ്. കാരണം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ആളുകളെ നേരിട്ട് കാണാൻ സാധിച്ചു. ശരിക്കും ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു മിസ്സിംഗ് ആയി പോയത്. എന്നെ സംബന്ധിച്ച് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്റെ സീനിയേഴ്സ്, ഞാൻ മിമിക്രിയിൽ വരുന്നത് 1987-ലാണ്. 87-88 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് എന്നെ ആദ്യമായിട്ട് ഒരു സ്റ്റേജിലേക്ക് കൊണ്ടു നിർത്തിയ രണ്ടുപേര്, അതിൽ എന്നെ മിമിക്രിയിൽ ഒരു പ്രൊഫഷണൽ റൂം കൊണ്ടുവന്നത് കലാഭവൻ റഹ്മാനിക്കയാണ്. ഇന്ന് അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാല് നമുക്ക് പറഞ്ഞ തീരാത്ത സന്തോഷവും അഭിമാനവും. കാരണം അദ്ദേഹമാണ് എന്നെ കലാഭവനിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും പ്രസാദേട്ടനെ, ജയറാമേട്ടനെ, സൈനുക്ക, നാരകുടിച്ചേട്ടൻ തുടങ്ങിയ ആളുകളെയൊക്കെ ഞാൻ നേരിട്ട് കാണുന്ന ആ സമയത്താണ്. കുറച്ചു കാലം ഞാൻ അവരുടെ കൂടെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അതിനുശേഷം അനുശ്രീയിലേക്ക് എന്നെ കൊണ്ടുപോയത് എന്റെ വീട്ടിലൊന്ന് വിളിച്ചുകൊണ്ടുപോയ ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അശോകേട്ടൻ, അനുശ്രീ അശോകൻ. അതുപോലെ ഞാൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം, അന്ന് ഞാൻ അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വെളുപ്പാങ്കാലത്ത് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കോളിമേലിട്ട് ഉണർന്ന് ചെല്ലുമ്പോൾ പ്രസാദേട്ടനാണ്, KS പ്രസാദ്. അപ്പൊ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടത്രേ, ഞാൻ മലയാള സിനിമയിൽ ഒരു നായകനാവും. അങ്ങനെ പുള്ളിയത് പറഞ്ഞപ്പോ ഞാൻ കുറെ ചിരിച്ചു അന്ന്. അതിനുശേഷം പുള്ളി എന്നെ നിർബന്ധിച്ച് ജിമ്മിലൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് ആദ്യത്തെ ഞാൻ പുള്ളിയോടും പറഞ്ഞു, പുള്ളിയോടും വരാൻ പറഞ്ഞു. ഞാനും പ്രസാദേട്ടന്റെ കൂടി ഒരുമിച്ച് ജിമ്മിൽ പോകും. ജിമ്മിൽ ചെന്നിട്ട് ഇൻസ്ട്രക്ടർ ഉണ്ടോന്ന് നോക്കും. ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ പണി പറ്റൂല എന്ന് മനസ്സിലായി. അങ്ങനെ പ്രസാദേട്ടൻ തന്നെയാണ് പൈസയൊക്കെ കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? നിങ്ങളൊരു സ്വപ്നം കണ്ടു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഉറക്കവും കളഞ്ഞു. പക്ഷെ ആകാശ് പോയിന്ന് വെച്ചത്. അദ്ദേഹത്തിന്റെ ആ സ്വപ്നം പിന്നീട് ദൈവാനുഗ്രഹം കൊണ്ട് സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരത് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാരായണൻകുട്ടി ചേട്ടൻ, ഞങ്ങളൊക്കെ ഒരുമിച്ച് ശരിക്കും ഓരോ ദിവസവും നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ കലാഭവൻ, ഹരിശ്രീ, അതുപോലെ സാഗർ, അബി തുടങ്ങിയ സാഗർ എന്ന് പറഞ്ഞ ട്രൂപ്പിലായിരുന്നു. അവിടെയാണ് ഞാൻ ലാസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഞാൻ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി. പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ മാറ്റങ്ങളുണ്ടായി. ഇന്ന് ഇവിടെ വരുമ്പോ ശരിക്കും ചിരിയുടെ രാജാക്കന്മാരും രാജ്ഞികളും ഒക്കെയുള്ള ഈ വേദിയിൽ നിൽക്കുമ്പോൾ, കാരണം നമ്മൾ ഈ ചിരി എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല, ചിരിപ്പിക്കുകയാണ്. അത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മളുടെ ഇടയിൽ കാണുന്ന ഭയങ്കര ഐക്യം എന്ന് പറഞ്ഞാല് ഒരു പരസ്പര സ്നേഹവും ബഹുമാനവും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വിലമതിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ
ഒരാൾ പറയുന്ന തമാശയെ നമ്മൾ ആസ്വദിക്കുന്നു, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതിൽ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞ അതൊരു വേറെ ഒരു മനസ്സാണ്, അസൂയൊന്നുമില്ലാതെ. കാരണം ഇവൻ വലിയ തമാശക്കാരൻ എന്നുള്ള ചിന്തയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവൻ പറയുന്ന തമാശ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ ആളുകളും ഇതുപോലുള്ള വേദികൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്ത് പറയണം, നമുക്ക് ഷോയ്ക്ക് പോവാം എന്നൊക്കെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുള്ള ഒരു അവസരവും നഷ്ടപ്പെടാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മുടെ റഹ്മാനൊക്കെ ഇവിടെ പറയുണ്ടായി, പണ്ട് മിമിക്രി എന്ന് പറഞ്ഞാല് മിമിക്രിക്കാർക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. അന്ന് അതിന് വില നൽകിയിൽ എടുത്തു പറയേണ്ട ഒരാളാണ്, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് ആ വേദിയിലേക്ക്. ഇപ്പൊ ജയറാമേട്ടനാണെങ്കിലും സിദ്ദിഖ് ലാൽ ആണെങ്കിലും ഒക്കെ അതിലേക്കുള്ള നമുക്കൊരു വഴി വെട്ടിത്തന്ന ആളുകളാണ്. എന്നുവെച്ചാൽ അത്രയും ഉയരത്തിലെത്തിയതുകൊണ്ട്. അന്നും നമ്മൾ സിനിമയിൽ മറ്റുള്ള എല്ലാവരും സഹ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സിനിമ മിമിക്രിയിൽ വന്നാൽ നേരെ സിനിമയിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ് എന്നുള്ളൊരു സ്ഥലത്തെത്തിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട് നമുക്ക്. ഇവിടെ ഞാനോട് ബാസിനൊക്കെ നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് പോൾസൺ അവരുടെ ടീമൊക്കെ ഭയങ്കര രസമായിട്ടാണ്. അതുപോലെ ഒരുപാട് ടീംസ് ഉണ്ട് ഇവിടെ. അശ്വമാട്ടിനൊക്കെ പിന്നെ വേറെ ലെവല്. എന്തായാലും അതുപോലെ സംഘടനയുടെ പ്രവർത്തനങ്ങള്, സംഘടന എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഈ കൂട്ടായ്മ, ഈ ചിരി, ഈ സന്തോഷം, ഇതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇതിനകത്ത് സംസാരിച്ച് തീർക്കണം. ഒരിക്കലും നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി സംസാരിക്കണം. കാരണം നമ്മൾ ഈ സംഘടന ഉണ്ടാക്കുന്നത് നമ്മളുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ ഉണ്ട് എന്ന തോന്നലാണ് ഈ കൂട്ടായ്മ. ആ കൂട്ടായ്മ ഒരു പ്രകാരത്തിലും ഒരു ചെറിയ സങ്കടം വന്നാൽ പോലും നമ്മൾ ചിരിപ്പിക്കുന്ന ആളുകളാണ്. നമ്മുടെ മുഖത്ത് എപ്പോഴും ചിരി ഉണ്ടാവണം. നമ്മുടെ സങ്കടങ്ങളാണെങ്കിൽ ഒരാളോട് ദേഷ്യം തോന്നിയാൽ അയാളെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കണം. കാരണം അതാണ് അതിന്റെ ശരി. ഈ ചിരിയും ഈ കൂട്ടായ്മയും മുന്നോട്ടുണ്ടാവണം. കാരണം നിങ്ങളുടെ മുമ്പില് ഇതിന്റെ രക്ഷാധികാരികളായിട്ട് നമുക്ക് സുരേഷ് ഏട്ടനുണ്ട്, ലാലേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മളെക്കാളൊക്കെ ഗംഭീരമായ കലാകാരന്മാരുണ്ട്. ഒരു ഗംഭീര അസറ്റുകളാണ് ഈ ഇരിക്കുന്നത്. അസത്തുകളല്ല കേട്ടോ, അസറ്റ്സ്. ഈ കൂട്ടായ്മ എന്നും ചിരിയുടെ, സന്തോഷത്തിന്റെ വലിയ കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേരും. നന്ദി, നമസ്കാരം. Thank you so much, Dilipata. Thank you.